ഇപ്പോഴും ചേട്ടൻ്റെ വീഡിയോസിന് താഴെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട്. അതിപ്പം രക്ഷപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും താഴെ വരുന്ന കുറേ കമൻറ്റ്സ് ആണല്ലോ. അപ്പോൾ പിന്നെ ചേട്ടൻ ഇങ്ങനെ കുറേ ഗേൾസുമായിട്ടൊക്കെ നിന്നിട്ട് നടുക്ക് കൃഷ്ണനെ പോലെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നതിൻ്റെ താഴെ ഒത്തിരി നെഗറ്റീവ് കമൻറ്റ്സ് വരാറുണ്ട്. ശരിക്കും അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക? നമ്മളത് എനിക്ക് കുറേ പെണ്ണുങ്ങളിൽ നടക്കുന്ന ഫോട്ടോ എടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് എടുക്കുന്നില്ല. പല മോഡലിംഗ് കമ്പനികളും നമ്മളെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു, ഞാൻ പോകുന്നു. എന്തുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത് എനിക്ക് എപ്പോഴും അറിഞ്ഞൂടാ. എനിക്കാണെങ്കിൽ അങ്ങനെ വലിയ സിക്സ് പാക്കോ അങ്ങനെ ഒരു സാധാരണ ഒരു മല്ലു ലുക്ക് തന്നെ. അതെ. അപ്പോൾ അവര് അല്ലാതെ എനിക്ക് വളരെ പ്രത്യേകതയുള്ള ആളോ അല്ലെങ്കിൽ ഒന്നുമല്ല. അപ്പോൾ ആൾക്കാർ വിളിക്കുന്നു, നമ്മൾ പോകുന്നു, പങ്കെടുക്കുന്നു. ഇപ്പം റീസെൻ്റായിട്ട് ഞാൻ ലാസ്റ്റ് ചെയ്തത് നമ്മൾ തുറപ്പുകുലാന് വേണ്ടിയിട്ട് ഒരു 10-20 റഷ്യൻസിനെ വെച്ചിട്ട് ഒരു യാഡ് പാർട്ടി വീഡിയോ ചെയ്തായിരുന്നു. അതൊരു 1 വീക്ക് നമ്മൾ ഷൂട്ട് ചെയ്തു. ഒരാഴ്ച ഞാനും ഒരു 20 റഷ്യൻ മോഡൽസും ദുബായ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ അണ്ണൻ മറ്റത് മറിച്ചത് പ്ലക്കിന്ന് വരെ ഇട്ടിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആയിക്കോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? വൈഫിനും വീട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നമാണ്. അവർക്കെല്ലാം നമ്മളെ നന്നായിട്ട് അറിയാം നമ്മൾ എന്താണെന്നുള്ള കാര്യം. ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫും എൻ്റെ അമ്മയും എൻ്റെ മോളും. എൻ്റെ വീട്ടിൽ 3 സ്ത്രീകളാണ്. അപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് വേറെ പ്രശ്നമല്ലല്ലോ. അല്ല, സീരിയസ് ആയിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളാണ്. അതൊരു തെറി വാക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ ജെൻസി വേർഡ്സ് ആണ് ഇതെല്ലാം. അണ്ണാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ കാണും. കുറേ പേര് അതിൻ്റെ പോസിറ്റീവ്. ഈ ഇടയ്ക്ക് സീരിയസ് ആയിട്ട് പുള്ളി അത് കാണുമെന്ന് എനിക്കുണ്ട്. ബാംഗ്ലൂരിലുള്ള ഒരു അച്ചായനുണ്ട്. പണ്ട് എൻ്റെ തുടക്കകാലം വീഡിയോ മുതൽ എൻ്റെ എല്ലാ വീഡിയോസിലും നെഗറ്റീവ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പുള്ളിയെ എല്ലാ വീഡിയോസിലും നെഗറ്റീവ് കമൻറ്റ്സ് ഇടും. അങ്ങനെ തീരെ നിവൃത്തിയില്ലാതെ ഞാൻ പുള്ളിയുടെ അമ്മയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. മുത്തിയുടെ എല്ലാം വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തമ്മിൽ വൻ സോഷ്യൽ മീഡിയ വാറുണ്ടായിരുന്നു. അവസാനം എൻ്റെ ഈ കേസൊക്കെ വന്നതിന് ശേഷം ഞാനിത് ഓവർകം ചെയ്തല്ലോ. അതിൽ ആ ഓവർകം ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ അത് പലരും ഒരു നിങ്ങൾ നേരത്തെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞല്ലോ, റോൾ മോഡലിലാണ് ഓവർകം ചെയ്തത്. കാരണം ഇങ്ങനെ ഒരു വ്യാജ കേസ് വന്നാൽ എങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, മറ്റേ നിങ്ങളെ വെറുപ്പിൻ്റെ അവസാനം എനിക്ക് നിങ്ങളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പുള്ളി എന്നും വിളിക്കും. ബാംഗ്ലൂരിലെ ഒരു ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് പുള്ളി. HDFC ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ബാംഗ്ലൂർ മലയാളികളുടെ ഇടയിൽ വളരെ സജീവമായ സാന്നിധ്യമാണ്. അപ്പോൾ പുള്ളി കുറേ ആൾക്കാരുമായിട്ടൊക്കെ ഇരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ടീം തന്നെ ഇരുന്ന് പണ്ട് എനിക്കെതിരെ ഹാഡ് കമൻറ്റ്സ് ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കോൾ ഔട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത സമയത്ത് ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളിത് ഓവർകം ചെയ്ത ഒറ്റ കാര്യം കൊണ്ട് മാത്രം കുറേ ഫാൻ ബേസ് എനിക്ക് മനസ്സിലായല്ലേ. കുറേ ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നതെല്ലാം ഫാൻസിലോട്ട് കൺവേർട്ട് ആയി എന്നുള്ളതാണ്.